Good morning, students. Today we will discuss diagonalization of a matrix. ഒരു n by n matrix എന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡയഗണലൈസ് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് റൂൾ നമുക്ക് പഠിക്കാം. വർക്കിംഗ് റൂൾ given a matrix, given a n by n matrix, അതിന് നമ്മൾ സേ എ എന്ന് പേര് കൊടുക്കുക, ലെറ്റ് എ. Then second case, determinant a minus lambda I equal to 0. ഈ എ എന്ന മെട്രിക്സിനെ ബേസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ചൂസ് ചെയ്യാം. എ എന്ന മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? 2/2 ആയിരിക്കും. അങ്ങനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ചൂസ് ചെയ്തു, അതിന് ലാംഡ എന്ന സ്കെയിലർ കൊണ്ട് ഗുണിച്ചു. അതിനുശേഷം എ എന്ന മെട്രിക്സിൽ നിന്ന് ലാംഡ ഐ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എ മൈനസ് ലാംഡ ഐ കിട്ടുന്നു. അതിന് നമ്മൾ ഐഗൻ മെട്രിക്സ് എന്ന് പറയുന്നു. അതിന്റെ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂസ് കിട്ടും. വി ഗെറ്റ് values of lambda 1, lambda 2, etc. ഈ lambda 1, lambda 2 നമ്മൾ പറയുന്നത് എന്താണ്? ഐഗൻ വാല്യൂസ്. അപ്പോ നമ്മൾ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഈക്വൽ 0 വെച്ചിട്ട് ആ പോളിനോമിയൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് lambda 1, lambda 2, etc. ഇതിനെ നമ്മൾ ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ കേസിൽ ഈ ഐഗൻ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇവിടെ ലാംഡ 1 ഉപയോഗിച്ച് ഐഗൻ വെക്ടർ കാണണം, ലാംഡ 2 ഉപയോഗിച്ച് ഐഗൻ വെക്ടർ കാണണം. ഓരോ ലാംഡയുടെ വാല്യൂ ഉപയോഗിച്ച് ഓരോ ഐഗൻ വാല്യൂവിനെ ബേസ് ചെയ്തും നമ്മൾ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുക. നമുക്ക് കിട്ടുന്ന ഐഗൻ വെക്ടേഴ്സ് ഇങ്ങനെയായിരിക്കും. ഇപ്പോ x1, x2, x3 ഒരു ഐഗൻ വെക്ടർ, മറ്റൊരു ഐഗൻ വെക്ടർ അടുത്തൊരു ഐഗൻ വെക്ടർ x1, x2, x3, അടുത്ത x1, x2, x3. ഇങ്ങനെ ഒരു സെറ്റ് ഐഗൻ വെക്ടേഴ്സ് നമുക്ക് കിട്ടുമെന്ന് വെച്ചോ. ഈ സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടി നമുക്ക് x1, x2, x3, ഇവിടെ x4, x5, x6, ഇവിടെ നമുക്ക് x7, x8, x9, ഇങ്ങനെ 3 സെറ്റ് ഐഗൻ വെക്ടേഴ്സ് കിട്ടിയെന്ന് വെക്കാം. നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 3 ഐഗൻ വാല്യൂസ് ആണെങ്കിൽ ഓരോ ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത് നമുക്ക് സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്ന സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു മോഡൽ മെട്രിക്സ് ഫോം ചെയ്യാം. മോഡൽ മെട്രിക്സ് അതെന്ത് ചെയ്യണം? ഈ കിട്ടിയ ഐഗൻ വെക്ടേഴ്സ് ഇങ്ങനെ എഴുതാം. x1, x2, x3, അതുപോലെ x4, x5, x6, x7, x8, x9. ആ 3 സെറ്റ് ഐഗൻ വെക്ടേഴ്സ് നമ്മൾ കോളമായിട്ട് ഇങ്ങനെ എഴുതുകയാണ്. ഫസ്റ്റ് സെറ്റ് ഐഗൻ വെക്ടർ, സെക്കൻഡ് സെറ്റ് ഐഗൻ വെക്ടർ, തേർഡ് സെറ്റ് ഐഗൻ വെക്ടർ. അങ്ങനെ നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്യാണ്. ആ ഫോം ചെയ്യുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ് ഫോം ചെയ്യും. ഇനി അടുത്ത കേസാണ് ഡയഗണലൈസേഷൻ. അടുത്ത കേസിലേക്ക് ഡയഗണലൈസേഷൻ ചെയ്യുന്ന ഫോർമുല എന്താണ്? D is equal to x inverse. ഈ മോഡൽ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് x. മോഡൽ മെട്രിക്സിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് x. ഇനി അടുത്ത ഡയഗണലൈസേഷൻ D നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല x inverse ax ആണ്. അതായത് ഈ മോഡൽ മെട്രിക്സിന്റെ x ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. x ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? 1/determinant x into adjoint x. ഈ ഫോർമുല വെച്ച് x ഇൻവേഴ്സ് കാണണം. ആ x ഇൻവേഴ്സ് കണ്ടതിന് ശേഷം x ഇൻവേഴ്സിനെ തന്നിരിക്കുന്ന മെട്രിക്സ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വീണ്ടും അതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം ഈ x എന്ന മെട്രിക്സ് കണ്ടുപിടിക്കുക, x ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, x ഇൻവേഴ്സിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ആ കിട്ടുന്നതിനെ വീണ്ടും x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഡയഗണലൈസേഷൻ ഓഫ് ദി ഗിവൺ മെട്രിക്സ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഡയഗണലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ ഐഗൻ വാല്യൂസ് ആയിരിക്കും ഡയഗണൽ എലമെന്റ് ആയിട്ട് കടന്നു വരിക. ബാക്കി ഓൾ അതർ എലമെന്റ്സ് വിൽ ബി സീറോസ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഐഗൻ വാല്യൂസ് ഏത് ഓർഡറിലാണ് എടുക്കുന്നത് അതേ ഓർഡറിലായിരിക്കും നമ്മുടെ ഡി എന്ന മെട്രിക്സ് കടന്നു വരിക. ഒന്നുകൂടി പറയാം, ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മെട്രിക്സ് n by n മെട്രിക്സിനെ എ എന്ന് പേര് വിട്ട് വിളിക്കുക. എ
അങ്ങനെ എ എന്ന് വിളിച്ചതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 2/2 ആണെങ്കിൽ മറ്റൊരു 2/2 നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ആ ഐഡന്റിറ്റി മെട്രിക്സിനെ ലാംഡ എന്ന സ്കെയിലർ കൊണ്ട് ഗുണിക്കുക. അപ്പൊ ലാംഡ ആയി എന്ന് കിട്ടും. എന്നിട്ട് തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്ന് ലാംഡ ആയി സബ്സ്ട്രാക്ട് ചെയ്യുക. എ മൈനസ് ലാംഡ ആയി. എ മൈനസ് ലാംഡ ആയിനെ പറയുന്ന പേരാണ് ഐഗൻ മെട്രിക്സ്. ഐഗൻ മെട്രിക്സ് കിട്ടിയതിന് ശേഷം അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടും. ആ പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ ഡിഫറെന്റ് വാല്യൂസ് കിട്ടും. ആ ലാംഡയുടെ ഡിഫറെന്റ് വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂസ്. അപ്പൊ ഐഗൻ വാല്യൂസ് നമ്മൾ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അതിനുശേഷം ഓരോ ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത് നമ്മൾ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുക. ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ലാംഡയ്ക്ക് വാല്യൂ കൊടുക്കുക. ലാംഡയ്ക്ക് കിട്ടുന്ന വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഈ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. അപ്പൊ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ റൂൾ അനുസരിച്ച് ഇതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് ഈ എക്സിന്റെ വാല്യൂസ്, ഈ വേരിയബിൾസിന്റെ വാല്യൂസ് x1 x2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ ലാംഡ ഫസ്റ്റ് ലാംഡയുടെ വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അതുപോലെ അടുത്ത ഐജൻ വാല്യൂ ഉപയോഗിക്കുക, അടുത്ത ഐജൻ വാല്യൂ ഉപയോഗിക്കുക, എല്ലാ ഐജൻ വാല്യൂസ് ഉപയോഗിച്ചുള്ള ഐജൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയ ഐജൻ വെക്ടേഴ്സ് x1 x2 x3 ആണ്. രണ്ടാമത് കിട്ടിയ ഐജൻ വെക്ടർ x4 x5 x6 ആണ്. മൂന്നാമത് കിട്ടിയ ഐജൻ വെക്ടേഴ്സ് x7 x8 x9 ആണെങ്കിൽ, അങ്ങനെ 3 സെറ്റ് ഐജൻ വെക്ടേഴ്സ് ആണ് കിട്ടിയെങ്കിൽ ഈ 3 സെറ്റ് ഐജൻ വെക്ടേഴ്സ് ഇങ്ങനെ കോളമായിട്ട് ഇങ്ങനെ എഴുതാം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു മെട്രിക്സ് ഫോം ചെയ്യും. ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ്. ആ മോഡൽ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എക്സ് ആണ്. മോഡൽ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എക്സ് എന്ന ലെറ്റർ കൊണ്ടാണ് ആ മോഡൽ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുക. എക്സ് കിട്ടിയതിന് ശേഷം നമുക്ക് ഡയഗണലൈസേഷൻ ചെയ്യണം. ഡയഗണലൈസേഷൻ ഡി കാണാനുള്ള ഫോർമുല എക്സ് ഇൻവേഴ്സ് എ എക്സ് ആണ്. എക്സ് ഇൻവേഴ്സ് എ എക്സ്, അതായത് ഈ മോഡൽ മെട്രിക്സിന്റെ എക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എക്സ് ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1 / determinant x into adjoint x. 1 / determinant x into adjoint x. adjoint x കാണുന്നത് എങ്ങനെയാണ്? ഒരു മെട്രിക്സിന്റെ ആദ്യം അതിന്റെ മൈനർ കാണാം, പിന്നെ കോഫാക്ടർ കാണാം, കോഫാക്ടർ ട്രാൻസ്പോസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അഡ്ജോയിന്റ് കിട്ടുന്നത്. അങ്ങനെ അഡ്ജോയിന്റിനെ 1 / determinant x കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ് ഇൻവേഴ്സ്. എക്സ് ഇൻവേഴ്സ് കിട്ടിയതിന് ശേഷം ആ എക്സ് ഇൻവേഴ്സിനെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ എക്സ് ഇൻവേഴ്സ് എ, എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എ. അതിനുശേഷം വീണ്ടും അതിനെ എക്സ് കൊണ്ട് ഗുണിക്കുക, എക്സ് ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ്. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഡയഗണലൈസേഷൻ ഓഫ് ദി ഗിവൺ മെട്രിക്സ്. ആ മെട്രിക്സിന്റെ ആൻസറിൽ എന്തായിരിക്കും വരുന്നത്? എന്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിൽ നമ്മൾ എടുത്ത ഐഗൻ വാല്യൂസ് ആയിരിക്കും വരിക. ഏത് ഓർഡറിലാണോ ഐഗൻ വാല്യൂസ് എടുത്തത് അതേ ഓർഡറിലായിരിക്കും നമുക്ക് അതിലേക്ക് വരിക. ബാക്കി ഓൾ അതർ എലമെന്റ്സ് വിൽ ബി സീറോസ്. ഇതാണ് ഡയഗണലൈസ്, ഒരു മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യാനുള്ള വർക്കിംഗ് റോൾ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഭംഗിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ആ സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് കൂളായിട്ട് നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഓരോ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന മെട്രിക്സ് എ, രണ്ടാമത് എ മൈനസ് ലാംഡ ഐ, അത് ഉപയോഗിച്ച് നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടു. ഐഗൻ വാല്യൂസ് ഉപയോഗിച്ച് ഐഗൻ വെക്ടേഴ്സ് കണ്ടു. ഐഗൻ വെക്ടേഴ്സ് കണ്ടതിന് ശേഷം ഐഗൻ വെക്ടേഴ്സ് നമ്മൾ കോളം ഫോമിൽ എഴുതി ഒരു മോഡൽ മെട്രിക്സ് കിട്ടി. ആ മോഡൽ മെട്രിക്സിന്റെ എക്സ് ഇൻവേഴ്സ് കണ്ടു. എന്നിട്ട് എക്സ് ഇൻവേഴ്സ് എ എക്സിനെ നമ്മൾ എക്സ് ഇൻവേഴ്സ് എ എക്സ് കണ്ടാൽ അതാണ് നമ്മുടെ ഡി എന്നുള്ള ആൻസർ കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ശരി.